ഇപ്പൊ നിന്റെ മുഖം ഇഞ്ചി നിന്ന് കുറങ്ങിനെ പോലുണ്ട്. ചേട്ടൻ എന്നോട് മിണ്ടണ്ട. പിന്നെ ഞാൻ ആരോട് പറയും? ചേട്ടൻ എന്റെ ആരാ? അമ്മൂമ്മ. എനിക്ക് ദേഷ്യം വരും കേട്ടോ. ശരി, അനിയത്തി. എന്നിട്ടാണോ ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് എന്റെ വേലക്കാരനാണെന്ന് പറഞ്ഞത്? ഓ, അതാണോ കാര്യം? ചോറ് വേണം. വിളമ്പി തരാം, പക്ഷെ എനിക്ക് വേണ്ട. എന്താ വിശപ്പില്ലേ? എന്നാ എനിക്ക് വേണ്ട. സിനിമ വിടാൻ നേരമായി, ഞാൻ പോകാം. അയ്യോ ചേട്ടാ, ഊണ് കഴിച്ചിട്ട് പോവാം. എന്നാ മര്യാദക്ക് നീയും വാ. എന്നാൽ ഇങ്ങനെ ചേട്ടാ 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 ഡാഡി തൂക്കം പോട്ടായോ? പിന്നെ എന്തുണ്ടായി പറ. എനിക്ക് BA ക്ലാസ് ഉണ്ട്. BA ക്ലാസ് വാങ്ങിച്ചാ എനിക്കൊരു സാരി വാങ്ങി തരാൻ ചേട്ടൻ പറഞ്ഞല്ലോ. സാരി എന്തിനാ? ജൗളിക്കട തന്നെ വാങ്ങിത്തരാ. ഇന്റർവ്യൂ കഴിഞ്ഞ് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ഞാൻ 1 മണിക്കൂറിനാൻ വരാം. ബെസ്റ്റ്. എന്ത് പറ്റി? ജോലി കിട്ടി, പക്ഷേ ആരും ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, ഞാൻ മാത്രം. കോടതിയിൽ ചെന്നപ്പോൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയ സന്തോഷം കൊണ്ടുള്ള ഷോക്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചാണെന്ന് വിധി എഴുതി. അതാണ് സാർ ചട്ടം. മാറ്റുവിൻ ചട്ടങ്ങളെ ആശാൻ പാടി, കുമാരൻ ആശാൻ പാടി, മാറ്റുവിൻ ചട്ടങ്ങളെ. ഇത് കൊലയാണെന്ന് എങ്ങനെ നിങ്ങൾക്ക് തറപ്പിച്ച് പറയാൻ ഒക്കും? എനിക്കറിയാം, മരിക്കുന്നതിന് മുമ്പ് അവൻ എന്നോട് ഫോണിൽ കൂടെ ചില കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ നിന്നും ആരോ അവനെ ഭീഷണിപ്പെടുത്തിയെന്നുള്ള വ്യക്തം. അതാരായിരിക്കാം? അതാണ് കണ്ടുപിടിക്കേണ്ടത്. കാർ ആക്സിഡന്റിൽ ആ മനുഷ്യനും മരിച്ചു. അല്ല, അയാൾ എന്ത് നോക്കി നടക്കിയ? അതാണ് തെറ്റ്. അത് ആക്സിഡന്റ് അല്ല, കൊലയാണ്. കൊലയോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? സാർ, ഇവിടെ ഭ്രാന്തില്ലാത്ത ഏക പുരുഷൻ ഞാനാണ്. അതാണ് എനിക്ക് പുരുഷു ഉത്തമൻ, പുരുഷോത്തമൻ പേര് വെക്കാൻ കാരണം. നീ എന്തായി പറയുന്നത്? അത് ആക്സിഡന്റ് ആയിട്ടില്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്ത് രജിസ്റ്റർ? എന്തോന്ന് രജിസ്റ്റർ? ചത്താലും കൊന്നാലും ആള് പോയോ? കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്നു. ഞാനൊരു SI ആണെന്ന് ഓർമ്മ വേണം. ഏതായാലും പോയത് തന്നെ. ഇറ്റ് ഈസ് എ മർഡർ. ഈ ആളെ കുഴക്കുന്നല്ലോ പുരുഷ. കുഴങ്ങണ്ട സാർ. ഇന്ന് കാലത്ത് പത്രം വായിച്ചോ? ശർമ്മ ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. എന്നാര് പറയപ്പെടുന്നു? ആരല്ല, പത്രം. കാറ് കൊണ്ട് ഇടിച്ചത് ജയൻ. അപ്പൊ ഇടിക്കാൻ പറഞ്ഞതോ? ഇടിക്കാൻ പറഞ്ഞു. ഇടിക്കാൻ പറഞ്ഞത് ആരാണ്ടോ? നമ്മുടെ ഇൻസ്പെക്ടർ. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്? എന്ത് സ്റ്റേറ്റ്മെന്റ്? എന്തോന്ന് സ്റ്റേറ്റ്മെന്റ്? സാർ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നമുക്ക് എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ ഇൻസ്പെക്ടർ ശർമ്മയെ തേടി അലഞ്ഞതൊക്കെ വെറുതെ ആയോ? ശർമ്മ ആക്സിഡന്റിൽ മരിച്ചു. ആത്മഹത്യയാണെന്ന് ഡിപ്പാർട്ട്മെന്റ്, കൊലപാതകമാണെന്ന് മറ്റുള്ളവർ. പാപം, ഇതിൽ നാട്ടുകാരെന്ത് പഴിച്ചു? ആരെന്ത് പറഞ്ഞാലും ഡിപ്പാർട്ട്മെന്റ് ചുക്കും വരാൻ പോകില്ല. ഹോട്ടലിൽ പോയി ജോലി ചെയ്താണ് ജീവിക്കുന്നതെങ്കിലും അവൾ അന്നൊന്നായൊരു കുടുംബജീവിതം നയിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
മനസ്സിലായില്ല അല്ലേ? അവളുടെ വിവാഹക്കാരിയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഇപ്പോൾ പറയുന്നത് എന്നെ ഉദ്ദേശിച്ചു തന്നെ. അതിനുള്ള ഭാഗ്യം എനിക്കില്ല. അതിന്റെ അർത്ഥം ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞാൽ ഞെട്ടരുത്. ഏത് സമയവും കൊലക്കേർ എന്റെ കഴുത്തിൽ വീഴാം. കാരണം ഞാനൊരു കൊലപ്പുള്ളിയാണ്. ഈ സ്ഥിതിയിൽ ഞാൻ ഒരു പെൺകുട്ടിയെയും വിവാഹം കഴിച്ച് വിധവയാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നു. രേഖേ, അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ ആര് ചോദിച്ചാലും കരുത്തനായ ഒരുത്തന്റെ ഭാര്യയായി ജീവിച്ചിരുന്നുവെന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാമല്ലോ. ശരിയാണ്. എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല, ഒരു ദിവസമായാലും ആരോട് കൂടി ജീവിച്ചു എന്നുള്ളതാണ്. ഒരു തുടർക്കഥയായി തുടരേണ്ട ജീവിതം ചെറുകഥയായി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. എന്ത് കഴിക്കുന്നു? എനിക്ക് എന്താ പരിഭ്രമിക്കുന്നേ? എന്ത് പറ്റി? എന്നെ അറിയുമോ? ഓർമ്മ കാണാൻ വഴിയില്ല. എന്നാൽ ഓർമ്മിച്ചോ, ഞാൻ കോട്ടയത്തെ കേശവക്കുറുപ്പിന്റെ മകനാണ്. ശങ്കര, ഇവൻ ഇന്ന് തത്താണ് ഉണരുത്. ടീച്ചർ, ഞാൻ നോക്കിക്കോളാം. ശർമ്മയെ കൊന്നത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെയോ? ആരാണത്? അത് മറ്റാരുമല്ല, കോട്ടയത്ത് കേശവക്കുറുപ്പിനെ നമ്മൾ കൊന്നത് ഓർമ്മയില്ലേ? അയാളുടെ മകൻ. വാട്ട്? അത് അവനാണെന്ന് നിനക്കെങ്ങനെ അറിയാം? അവൻ ഹോട്ടലിൽ വെച്ച് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി. നമ്മുടെ ആൾക്കാരുമായി അവനൊന്ന് ഏറ്റുമുട്ടി. പക്ഷേ എനിക്ക് ഓടി രക്ഷപ്പെടേണ്ടതായി വന്നു. ഫൂൾ! നാണമില്ലേടാ നിനക്ക് പേടിച്ചോടാൻ? ഞാൻ
വേറെ ആളെ അയച്ചിട്ടുണ്ട്. അവർ അവനെ വധവെച്ചുകൊള്ളും. കരുതലോടെ ഇരിക്കൂ. അതിനുള്ളിൽ വേണ്ട ഞാൻ ചെയ്തോളാം. ഓക്കെ ജോർജ്, ഈ സമയത്ത് നിന്നെ ഉപദ്രവിച്ചതിൽ ക്ഷമിക്കണം. ഓ, അത് സാരമില്ല. It's quite all right. Take it easy. Well, good night. Then good night. അവിടെ നിൽക്ക്. അങ്ങനെ അങ്ങ് പോയാലോ? എന്നെ അന്വേഷിച്ച് ഈ ആൾക്കാരെ അയച്ചിരിക്കല്ലേ? ഇതാ ഞാൻ വന്നിരിക്കും. ഇപ്പൊ എന്ത് പറയുന്നു? എന്റെ സ്വത്ത് മുഴുവനും ഞാൻ തരാം. ഓ, എന്റെ വീട് തരാം. ആ, എന്റെ കാറ് തരാം. ആഹാ, എന്റെ എല്ലാം തരാം. എന്നെ മാത്രം നീ ഒന്നും ചെയ്യരുത്. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ നീ എന്ത് വേണമെങ്കിലും തരുമല്ലേ? തീർച്ചയായും എന്ത് വേണമെങ്കിലും തരാം. എന്റെ അച്ഛന്റെ ജീവൻ താ. എന്റെ ചേച്ചിയുടെ ജീവൻ താ. കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കൂ. ജീവൻ അപകടപ്പെടുമ്പോൾ പണക്കാരെല്ലാം പിച്ചക്കാരായി പോകുന്നല്ലോ. നിനക്ക് നാണമില്ലേ? ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ആണത്തമുണ്ടെങ്കിൽ എന്നോട് മല്ലിട്ട് രക്ഷപ്പെടാൻ നോക്ക്. ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യൂ. നിന്നെ പോലുള്ളവരെ വെറുതെ വിടാൻ പാടില്ല.